ഉമാ തോമസ് MLAക്ക് ഇന്നലെ സംഭവിച്ച ആ ഒരു അപകടത്തിൻ്റെ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ലേറ്റ് PT തോമസ് സാറിൻ്റെ വൈഫാണ് ഉമാ തോമസ്. അവരിപ്പോൾ MLA ആണ്. അവരൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കൊച്ചി നമ്മളെ സ്റ്റേഡിയത്തിലേക്ക്. ഇപ്പോൾ മൃദംഗനാദം എന്ന് പറഞ്ഞിട്ടുള്ള വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ് അവിടെ നടന്നത് ഇന്നലെ. കുറേ പേര് വന്നു, എല്ലാവരും കൂടി ഭരതനാട്യം കോസ്റ്റ്യൂമിൽ, ഭരതനാട്യം ഒരു ഡാൻസിൻ്റെ ചെറിയൊരു കാര്യം എല്ലാവരും നല്ല സിങ്കായിട്ട് കളിച്ച്. ഇത് കുറേ കാലമായിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ. നമ്മുടെ ദിവ്യ ഉണ്ണി ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ദിവ്യ ഉണ്ണി കേരളത്തിൽ വന്നത് മുതൽ ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളും, എനിക്ക് തോന്നുന്നു സീറ്റ് വരെ ബുക്കിങ്ങിലൂടെയാണ് പോയിട്ടുള്ളത്. ബുക്ക് മൈ ഷോയിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം കാണാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. സോ ദിവ്യ ഉണ്ണി ലീഡ് ചെയ്യുന്നു. പിന്നെ ഒരുപാട് വേറെയും സെലിബ്രിറ്റീസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ദാമോദരൻ നമ്പൂതിരി, അനൂപ് ശങ്കർ, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഒരു ബ്രാൻഡ് ഐക്കണായിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ദിവ്യ ഉണ്ണിയാണ് നമ്മുടെ മുന്നിൽ ഇതിൻ്റെ ഒരു ബ്രാൻഡ് ഐക്കണായിട്ട് നമ്മൾ കുറേ പ്രൊമോഷൻ വീഡിയോസിലും കാര്യത്തിലും കണ്ടത്. അപ്പോൾ കുറേ പേര് വരുന്നു, അവർ അറ്റൻഡ് ചെയ്യുന്നു, ഒരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടക്കുന്നു. അതിൻ്റെ സമാപനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ചടങ്ങുകൾ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനാണ് ഉമാ തോമസ് MLA അവിടെ എത്തിയത്. വെരി അൺഫോർച്ചുനേറ്റ് ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴും വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണത്. ഇപ്പോൾ ഉമാ തോമസ് MLAയുടെ സിറ്റുവേഷൻ ഹോപ്പ്ഫുള്ളി അവർ റിക്കവർ ചെയ്ത് ലൈഫിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. കാരണം അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് അവിടെ സംഭവിച്ചത്. സ്റ്റേജ് മാനുഫാക്ചർ ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കുന്ന സമയത്ത് ഇത് പണ്ടത്തെ പോലെ 4 കവുങ്ങിൻ്റെ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അതിൻ്റെ മുകളിൽ മറ്റൊരു ഷീറ്റ് ഇട്ട് ഇപ്പുറത്തൊരു ക്യൂ മാനേജറും വെച്ച് സംഗതി തീർത്തിട്ട് പോകാൻ ഒരു സെക്യൂരിറ്റി ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? സേഫ്റ്റി എൻഷുർ ചെയ്യണ്ടേ? അല്ലാതെ ചുമ്മാ ഒരു പ്രോഗ്രാം വെക്കുന്നു, 4 മറ്റേ പൈപ്പ് ഓടുന്ന് വെക്കുന്നു, അതിൽ 4 കസാല ഇടുന്നു, സ്റ്റേജ് സെറ്റ്, ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? ആൻഡ് എസ്പെഷ്യലി ഇതേപോലെ മിനിസ്റ്റർ വരുന്നു, MLA വരുന്നു, വിശിഷ്ടാതിഥികൾ പലരും വരുന്ന ഒരു സ്ഥലത്ത് സെക്യൂരിറ്റി കീപ്പ് ചെയ്യുക, സേഫ്റ്റി മെഷേഴ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത് ബേസിക് തിങ്ങാണ്. അതിൽ വന്നിട്ടുള്ള വൻ വീഴ്ച നമുക്ക് ഒരിക്കലും അത് ഇവരുടെ ഭാഗത്തുനിന്ന്, ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് ന്യായീകരിക്കാൻ പറ്റില്ല. അതിലെന്താണെങ്കിലും അവർക്കെതിരെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ ഗുരുതരമായി പരിക്ക് പറ്റി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനെ പറ്റിയുള്ള വാർത്തയുടെ പ്രതികരണമാണിത്. ഈ നികൃഷ്ട ജനങ്ങൾ പിന്നെയും പാടും മനുഷ്യനാകണം മനുഷ്യനാകണം. ആദ്യം ഇവരൊക്കെ മൃഗമെങ്കിലുമാകട്ടെ, എന്നിട്ട് മനുഷ്യരാകാൻ ശ്രമിക്കട്ടെ. ശരിക്കും രാഹുൽ മാങ്കൂട്ട ഈ പോസ്റ്റ് ഇട്ടപ്പോൾ അതിൻ്റെ ക്ലിയർ ആയിട്ട് അതിനടിയിലുള്ള കുറേ കമൻറ്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി. പതുക്കെ പോയാൽ മതി. ആർക്കാണ് ഇത്ര ധൃതി? സീരിയസ് ആണോ? ആംബുലൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് ഇത്ര ധൃതി പിടിച്ചു കൊണ്ടുപോകുന്നത്? ഇതൊന്നുമല്ല. ശരിക്കും ഇതിൻ്റെ കമൻസ് എന്ന് പറഞ്ഞാൽ പക്കാ രാഷ്ട്രീയം മനസ്സിൽ വെച്ചിട്ടുള്ള കമൻസ് ഞാനിവിടെ കുറച്ച് വയ്ക്കാം. ജനങ്ങളെ മുമ്പിൽ ജീവിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കുള്ള സൂചന. ചത്തില്ലേ പിന്നെ എന്തിന് വാർത്താ ചാനലുകാർ ആഘോഷിക്കുന്നത്? അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ചുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എടി തീട്ടം തിന്നുന്ന മാപ്രേ, അവൾ ചത്തോ ഇല്ലേ പിന്നെ നീ എന്തിനാ ഇങ്ങനെ കുരയ്ക്കുന്നത്? ഒരു പക്ഷേ കസേരയ്ക്കുള്ള ഓട്ടത്തിൽ കാല് തെറ്റി വീണതാകാം. മുകളിൽ കൂടെയാണ് ഓടുന്നത് എന്ന് അവർ അറിഞ്ഞു കാണില്ല. എത്ര വേഗം സുഖം പ്രാപിക്കട്ടെ. വേറെ ആരുമല്ല, PT തോമസ് തന്നെയാണ്. അയാൾ മരിച്ച് 7ൻ്റെ അന്ന് അവർ മത്സരിച്ചു. തോമസ് നീ തന്നെ തുള. ഇനി അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം NCC ക്യാമ്പിലേക്ക് ഇവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയ ടൈമിൽ അവിടെ അറിയാമല്ലോ, അവിടെ കുറച്ച് പ്രശ്നങ്ങൾ, ആ വാർത്ത കണ്ടവർക്ക് അറിയാം. NCC ക്യാമ്പിൽ കുട്ടികൾക്ക് ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് SFI ലീഡർ വന്നിട്ട് എന്ത് ചെയ്തു? കുട്ടികളോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളൊരു ഇഷ്യൂ നടന്നപ്പോഴാണ് ഇവരവിടെ എത്തുന്നത്. ഇവരവിടെ എത്തിയതിന് ശേഷം ഈ ലീഡർ ആരാ, ഇവരെ ആരാന്നൊക്കെ തപ്പിപ്പിടിച്ചിട്ടുള്ള ഒരു സംസാരം ചോദിക്കുന്നതായിട്ടുള്ള വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് പ്രൊവോക്കിംഗ് പോയിന്റ്, രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, അവർ ഉമാ തോമസ് എന്ന് പറഞ്ഞാൽ അവർ ഇത്രയും വലിയൊരു അപകടത്തിൽ വീണ് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിനടിയിൽ നിങ്ങളുടെ അണികൾ നിങ്ങളുടെ രാഷ്ട്രീയം വെച്ചിട്ട് അവരെ മോശമായി പറയുന്നതിനോട് ഒട്ടും യോജിക്കാൻ പറ്റില്ല. അതൊരു ഹെൽത്തി ക്രിറ്റിസിസം അല്ല.
നിങ്ങൾ മാതൃകയാക്കേണ്ടത് എന്താ, കേരളത്തിലെ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർ വീണു, ഇവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് അടക്കമുള്ള ഏറ്റവും നല്ല ഫെസിലിറ്റി കിട്ടാവുന്ന ഏറ്റവും നല്ല ഗവൺമെൻറ് ഡോക്ടേഴ്സിനെ അടക്കം ഇവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു മെഡിക്കൽ ടീം ഉണ്ടാക്കുന്നു. സർക്കാരും ബാക്കി കാര്യങ്ങളൊക്കെ കൂടെ നിന്ന് ഉമാ തോമസ് MLAക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് നിൽക്കുന്നു, ഹെൽത്ത് മിനിസ്റ്റർ അടിപൊളിയായിട്ട് നിൽക്കുന്നു, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഓരോരുത്തരായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നു, ഇവരുടെ കാര്യങ്ങൾ ചോദിക്കുന്നു. അവർ തമ്മിൽ, നേതാക്കന്മാർ തമ്മിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻ കീപ്പ് ചെയ്യുന്നു, അവർ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ അതല്ലേ മാതൃകയാക്കണ്ടേ അണികൾ? നിങ്ങൾ അതിനു പകരം കമൻറ്റ് ബോക്സിൽ വന്നിരുന്നിട്ട് നിങ്ങളെ രാഷ്ട്രീയപരമായിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ട് ഒരു മനുഷ്യ ജീവൻ, നിങ്ങളെ വീട്ടിലും നാളെ അമ്മയോ പെങ്ങളോ ഏട്ടനോ അച്ഛനോ അനിയത്തിയോ മക്കളോ ആരാണെന്നുണ്ടെങ്കിലും ഏതൊരു പൂരത്തിന് പോകുമ്പോഴോ ഒരു വണ്ടി പോകുമ്പോഴോ ഒക്കെ അപകടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ കളിയാക്കൂ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആൾ ഇപ്പുറത്തെ വീട്ടിലുള്ള ആളെ നോക്കിയിട്ട് നീ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, നീ വീണോ, നീ കോൺഗ്രസ്സുകാരനല്ലേ, നീ വീണില്ലേ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഇങ്ങനത്തെയൊക്കെ കമൻറ്റിങ്ങും ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം. വെരി അൺഫോർച്ചുനേറ്റ്, ഇവിടെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഈ സ്റ്റേജ് നിർമ്മിച്ച ഒരു മാതൃക ഒരു തരത്തിലുള്ള സേഫ്റ്റിയും കീപ്പ് ചെയ്യാതെ ജസ്റ്റ് ക്യൂ മാനേജർ 4 കൊടുന്ന് വെച്ച് അതിനിടയിൽ കുറച്ച് ഈ റിബണും സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഇത്രയും ഹൈറ്റിൽ, ഏകദേശം ഒരു 15 അടിയോളം ഹൈറ്റിൽ ഈ ഒരു സ്റ്റേജ് വെച്ചിട്ട് അതിൽ 40 കസേരയൊക്കെ കൊണ്ടുപോയിടുക. 10 കസേര തികച്ചിട്ടാൽ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത അത്ര വീതി കുറഞ്ഞ ഒരു സ്ഥലം. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത മാനേജ്മെൻറ്റ്, ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത സംഘാടകർ, ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന കൃത്യമായ ഒരു വീക്ഷയാണ്. കാരണം ഇവർ ഈ ഒരു ഇവൻറ്റിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ, ഈ ഇവൻറ്റിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ കയ്യിൽ നിന്ന് എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു ഇവൻറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ വേണ്ടി ടീച്ചേഴ്സിന് ഗോൾഡ് കോയിനും സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ അവരൊരു ഇവൻറ്റ് കളർഫുൾ ആക്കാനും ഇവൻറ്റ് സക്സസ്ഫുൾ ആക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി അവർ കൊടുക്കേണ്ടത് സേഫ്റ്റിക്കല്ലേ, സെക്യൂരിറ്റിക്കല്ലേ? അതോ ഒരു ഇവൻറ്റ് തീർത്തിട്ട് പോയാൽ മതി, അവിടെ ഇനി ആരെന്ത്, ഇത്രയും കൂട്ടം ആളുകൾ വരുന്നതാണ്, സേഫായിട്ട് അവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള കാര്യമല്ല അവർ നോക്കണ്ടേ? എത്ര വലിയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, MLAയുടെ അവസ്ഥ ഇപ്പോഴും ഗുരുതരമായിട്ട് തുടരുകയാണ്. 24 hours കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് കിട്ടും. എന്തായാലും സേഫ് ആണ് എന്ന് പലരും പറയുന്നുണ്ട്, പക്ഷെ ആഫ്റ്റർ 24 hours പറയാൻ പറ്റും. അവർക്ക് ഗുരുതരമായ പരിക്കുകളുണ്ട്. അപ്പോൾ ഈ നാട്ടിലൊരു ഇവൻ്റ് ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു കാലഘട്ടത്തിലും ഇപ്പോഴും ഇതേപോലെ 4 റിബണും 2 മറ്റേ മുളങ്കോലും അല്ലെങ്കിൽ 2 പൈപ്പും കമ്പിയും വെച്ച് ടാർപ്പായും വെച്ച് നടക്കുന്ന പരിപാടിയാന്ന് പറയുമ്പോൾ ഇതൊന്നും നോക്കി നടത്താനും അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് ഇത് തിരുത്താനും ഇവിടെ ആരും ഇല്ലടേ എന്നുള്ളൊരു ചോദ്യമാണ്. പണ്ട് PWD അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ നമ്മളൊരു ഇവൻറ്റ് വെക്കുന്ന സമയത്ത് അവർ വന്ന് നോക്കും, സ്റ്റേജോ കാര്യങ്ങളോ കിട്ടുന്ന സമയത്ത് ഇതിന് സെക്യൂരിറ്റി ഉണ്ടോ, ഇത് സേഫ് ആണോ എന്ന് വന്ന് നോക്കും. ഇപ്പോൾ ആ നിയമങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഇവൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 4 ഫോട്ടോ എടുത്തത് അയച്ചു കഴിഞ്ഞാൽ അപ്രൂവൽ കിട്ടേണ്ട ഒരു അവസ്ഥയാണ്. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇതേപോലുള്ള അപകടം വരുമ്പോൾ ഇനി ഇതിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് സംസാരിക്കുന്നവരോടൊന്നും പറയില്ല. നാളെ പിണറായി വിജയൻ ഇതേപോലൊരു ഇവൻറ്റ് വീണ് കഴിഞ്ഞാൽ 4 കോൺഗ്രസ്സുകാർ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പൊള്ളില്ലേ? ആർക്ക് വേണേൽ വീഴടെ, ആര് വേണേൽ വീഴ, അപകടം ആർക്ക് വേണേൽ എപ്പോൾ വേണേൽ സംഭവിക്കാം. എന്താണെങ്കിലും ഇവിടെ ആ സ്റ്റേജ് കെട്ടിയതിൻ്റെയും സ്റ്റേജിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ അവർ നോക്കാത്തതിൻ്റെയും കൃത്യമായിട്ടുള്ള ഇവരുടെ ആ ഒരു മിസ്മാനേജ്മെൻറ്റ് നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റും. ഇവരതിനൊരു കൺസേണേ വെച്ചിട്ടില്ല. ഇതിൻ്റെ ആളുകൾ ഇപ്പോൾ പറയുന്നൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൻ്റെ നടുവിലേക്ക് ഈ സ്റ്റേജ് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. ഗ്രൗണ്ട് അവിടെ റെൻ്റ് ഔട്ട് ചെയ്യുമ്പോഴേ ഇവർക്ക് അറിയാം പറയുന്ന കാര്യങ്ങളാണ് ഗ്രൗണ്ടിൽ. അത് ക്രിക്കറ്റും ഫുട്ബോളും അല്ലെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ നടക്കുന്ന സ്പോർട്സ് നടക്കുന്ന ഗ്രൗണ്ടാണ്. അതിനകത്തേക്ക് അവർ സമ്മതിക്കില്ല ആര്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്റ്റേജ് കെട്ടുന്ന സമയത്ത് മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്യുക, സേഫ്റ്റി എൻഷുർ ചെയ്യുക എന്നുള്ളത് ചെയ്യാതെ പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർ കടന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ഉമാ തോമസ് MLA വീണ ആ ഒരു സിറ്റുവേഷനും ആ ഒരു വിഷ്വൽസും ഏഷ്യാനെറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങളാണ് ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനിടയിൽ ഇത് സംഭവിച്ചു, MLA അവിടുന്ന് കൊണ്ടുപോയി. ഇവർ അതിന് ശേഷവും ഈ ഒരു ഇവൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൽ പങ്കെടുത്ത
ആരും ഇത് അറിയണമെന്നില്ല. സംഘാടകർക്ക് ഇത് കൃത്യമായിട്ട് അറിയാലോ. ഒരാളുടെ ജീവൻ അത്രയും ക്രിട്ടിക്കലായിട്ട് നിൽക്കുമ്പോൾ, അത് ഉമാ തോമസ് എന്നുള്ള ഒരു വ്യക്തി അല്ല, ഇനി വേറെ ആരാണെങ്കിലും അവരുടെ ഈ ഒരു ഇവൻ്റ് നടക്കുന്ന അത്രയും വലിയൊരു സിറ്റുവേഷൻ, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മിനിമം മാന്യതയാണ് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ഇതൊക്കെ കുറച്ചൊരു ലേറ്ററായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇത് അറിഞ്ഞിട്ടോ നമുക്ക് ചെയ്യാമെന്നുള്ളത്. അതല്ലേ ഒരു മിനിമം മാന്യത കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പം എല്ലാവർക്കും പറയാം എഫേർട്ടാണ്, ഇത്ര ആളുകൾ വന്നതാണ്, അല്ലെങ്കിൽ അതിൽ തീർക്കണമായിരുന്നു. ജസ്റ്റ് ആ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി, അതിൽ തീർക്കണമായിരുന്നു. അത് ആഘോഷമാക്കി മാറ്റി. ഇപ്പം നാളെ ഒന്നും പറ്റാതിരിക്കട്ടെ, പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ MLAക്ക് എന്തായിരിക്കും അവസ്ഥ? സോ ഒരു അപകടം നടന്നു അല്ലെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ അത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോയ സംഘാടകരോടും പ്രത്യേകിച്ചൊന്നും പറയാനില്ലടേ. എന്നാൽ സുരക്ഷാ വീഴ്ചയെ നിസ്സാരമായി കാണുകയാണ് സംഘാടകർ. 18 അടിയെയും നിസ്സാരമായി കാണുന്ന രീതിയിലാണ് സംഘാടകരുടെ പ്രതികരണം. മാത്രമല്ല, ഉമാ തോമസിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷവും പരിപാടി നിർത്തിവെക്കാൻ സംഘാടകർ തയ്യാറായില്ല. മന്ത്രിയും MP-യും അടക്കമുള്ളവർ പോയതിനു ശേഷം പരിപാടിക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതിനുള്ള ആഘോഷവും വേദിയിൽ നടന്നു. പരിപാടികൾ വെട്ടിച്ചുരുക്കിയെന്നും ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പലയിടങ്ങളിൽ നിന്നെത്തിയവരെ നിരാശരാക്കാതിരിക്കാനാണ് ആഘോഷം നടത്തിയതെന്ന വിചിത്ര വിശദീകരണവും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇത്രയും പേര് 12,500 പേരും അവരുടെ പാരൻസും ആഗ്രഹിച്ചത് ഒരു ഗിന്നസ് കിട്ടാനായിരുന്നു. ആ ഗിന്നസ് കിട്ടാൻ നമ്മുടെ ഇതുകൊണ്ട്, അശ്രദ്ധ കൊണ്ട് ആ സാധനം കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? ഇപ്പോൾ പറയാമെന്ന് സംഘാടകരെ സംബന്ധിച്ചിട്ട് എന്താ സിറ്റുവേഷൻ അറിയില്ല. അവർ അത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനും ബാക്കിയുള്ള അതിന്റെ കാര്യങ്ങൾ അറിയാന്നുള്ള വിളിച്ചു എമ്മയുടെ കാര്യമായതുകൊണ്ട് ആർക്ക് എങ്ങനെ വിളിച്ചു വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയില്ല. അതെന്താണെന്ന് പോലും അറിയാതെ നമുക്ക് ജനങ്ങളോട് എന്ത് പറയും? അത് നിങ്ങളാണ് സംഘാടകർ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണെങ്കിലും എന്താണ് നമുക്ക് പറയാൻ പറ്റുക? ഇവിടെ ഉണ്ടായി നിലത്തേക്ക് വീണു എന്നുള്ള ഒരു കാര്യം ആളുകൾക്കൊരു, അവരെ സംബന്ധിച്ചിട്ട് അവരൊരു ലൈഫിലത്തെ ഒരു വലിയൊരു മൂവ്മെന്റിൽ നിൽക്കുകയാണ്. ഒരു ഗിന്നസ് റെക്കോർഡ് ആണോ മാഷെ ഈ പറഞ്ഞ ആളുകളുടെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്? അതോ അവിടെ ഒരു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അവർക്ക് ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് പറഞ്ഞ് മനസ്സിലാവും. മനുഷ്യന്മാരാണ്, മലയാളികളാണ്, പറഞ്ഞാൽ മനസ്സിലാവും. ഉമാ തോമസ് MLA ഇഷ്ടപ്പെടുന്നവരെ ഉള്ളൂ. രാഷ്ട്രീയപരമായിട്ടുള്ള വെറുപ്പും കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ, അല്ലാത്തവർക്കൊക്കെ അവരിഷ്ടമാണ്. ഓക്കെ, അത് PT തോമസ് സർ അല്ലെങ്കിൽ ഉമാ തോമസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു എലമെന്റ് കിടക്കുന്നുണ്ട്. സോ ഇനി അവരൊക്കെ വിട്, നിങ്ങൾ ഒരു മനുഷ്യൻ വീണു, അത് ആരോ ആയിക്കോട്ടെ, ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുമ്പോൾ പോലും ഒരു ഇപ്പോൾ ഇവരുടെ ഈ ഒരു ടോണ് കേട്ട് കഴിഞ്ഞാൽ ഒരു ജീവൻ പോയാൽ പോട്ടെ, ഞങ്ങൾക്ക് ഗിന്നസാ വലുത് എന്നുള്ള രീതിയിലാണല്ലോ സംഘാടകരുടെ സംസാരം. അവർ ചിലപ്പോൾ പറയുന്നത് നാളെ ഞങ്ങൾ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും, ഇല്ലെങ്കിൽ ഇത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ, കാരണം കാശ് മേടിച്ച് ചെയ്ത പരിപാടിയാണ്. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ഓഡിയോ ഒരു ലേഡി പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഓഡിയോ ഞാനിവിടെ വെക്കട്ടെ. ആ ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഏകദേശം ഇവരുടെ ഈ കൺസേൺ, അതായത് ഇവർ ഈ കാശ് മേടിച്ച് ചെയ്ത പരിപാടി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം പേടി കാണും ഇവിടെ ഈ ഒരു കാര്യത്തിൽ. കാരണം നാളെ ഇതൊക്കെ ബാക്ക് ഫയർ ചെയ്യും. കാരണം ഒരു ഗിന്നസ് റെക്കോർഡ് വെക്കുമ്പോൾ ആ ഗിന്നസ് റെക്കോർഡ് കിട്ടുക അല്ലെങ്കിൽ ഗിന്നസ് റെക്കോർഡ് ഇവന്റ് വെക്കുക എന്നുള്ള ആ ഇവന്റിന്റെ ആളുകളുടെയും പങ്കെടുക്കുന്ന ആളുകൾ എന്തിനു കാശ് കൊടുക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാനും കുറേ സ്ഥലത്ത് കുറേ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയുള്ള ഗിന്നസ് അറ്റംപ്റ്റ്സ് നടത്തി കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഗിന്നസ് കിട്ടണം എന്ന് പറഞ്ഞാൽ ആരും പോകലൊന്നുമില്ല. വളരെ ഒരു കെടുകാര്യസ്ഥ രീതിയിലാണ് അവരത് സെറ്റപ്പ് ചെയ്തത്. കാരണം ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻസിന്റെ കയ്യിൽ നിന്നും ഇപ്പൊ ഞാൻ TV ഒരു കുട്ടി പറയുന്നത് കേട്ടോ, അവരോട് 2000 rupees ആണ് രജിസ്ട്രേഷൻ വാങ്ങിയെന്ന്. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ 3500 വാങ്ങിയിട്ടുണ്ട് രജിസ്ട്രേഷൻ എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ 1600 ഞങ്ങള് കോസ്റ്റ്യൂമിന് വേണ്ടി കൊടുത്തു. കല്യാൺ സിൽക്സിൽ നിന്ന് എന്തോ നെയ്തെടുത്ത പട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോസ്റ്റ്യൂം അവർ അയച്ചു തരുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾ അത്രയും കൊടുത്തു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അതൊരു നമ്മുടെ സാധാരണ ഭരതനാട്യത്തിന്റെ പ്രാക്ടീസ് സാരി ഇല്ലേ, കോട്ടൺ സിൽക്കാന്നൊക്കെ അവർ പറഞ്ഞു. ഞാൻ കഴുകി നോക്കിയില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ സാധാരണ ഒരു കോസ്റ്റ്യൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 3500 രജിസ്ട്രേഷൻ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ 1600 ഈ ഡ്രസ്സിന്റെ ഇതിന് വാങ്ങി. പക്ഷെ നമ്മൾ മേക്കപ്പ്, ഹെയർ എല്ലാം നമ്മൾ സ്വയം പൈസ കൊടുത്ത് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റേ, ഫുഡ് എല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ ഞാൻ എന്റെ മദറിനോട് ചോദിച്ചു, അപ്പൊ ഈ പൈസ നമ്മൾ കൊടുക്കുന്നതിന് അവരെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ പറഞ്ഞു ഇവര് ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഗിന്നസ് റെക്കോർഡ് അവർക്ക് കിട്ടുക എന്നുള്ളത് അവരുടെ കൂടെ ആവശ്യമല്ലേ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് റെക്കോർഡിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ഞാൻ ഒരിടത്തും പൈസ കൊടുത്തിട്ടില്ല. എന്റെ ഹസ്ബൻഡ് ഒരു മ്യൂസീഷ്യനാണ്. അവരും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒന്നിച്ചു കൂടിയിട്ടുള്ള മ്യൂസിക് പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇന്നേ വരെ ആരും പൈസ കൊടുക്കണം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ മദറിനോട് ഒരു നിർബന്ധം കാരണം ഞാൻ ഓർത്ത് എന്തെങ്കിലും ആവട്ടെ പോയി അമ്മയുടെ കൂടെ ചെയ്തേക്കാന്ന് വിചാരിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു ഹെൽപ്പ് അങ്ങനെ ഒന്നുമില്ല. പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതുമില്ല. ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഇവർ നേരിട്ട് ഡാൻസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടില്ല. നമ്മളൊന്ന് നേരിട്ടല്ല ഇവര് ബന്ധപ്പെടുന്നത്. ഇവര് ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ഡാൻസ് ടീച്ചേഴ്സിനെ ബന്ധപ്പെടും. എന്നിട്ട് അവരെ കൺവിൻസ് ചെയ്ത്, ഇനി അവർക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഡാൻസ് ടീച്ചേഴ്സിനോട് പറയും നിങ്ങൾ 100+ ഡാൻസേഴ്സിനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾഡ് കോയിൻ, പിന്നെ സ്റ്റേജിൽ ഒരു പുരസ്കാര വിതരണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഡാൻസ് ടീച്ചേഴ്സ് ഇച്ചിരി ഫേമസ് ആകാൻ വേണ്ടി പിള്ളേരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്രയും പൈസ ഞങ്ങൾ എല്ലാരും കൊടുത്തു, പൈസ പോയത് പോട്ടെ, ഒരു വൃത്തിയായിട്ടൊരു സ്റ്റേജ് അവിടെ കെട്ടാൻ ഇവർക്ക് പറ്റിയില്ല. ഒരു ബാരിക്കേഡ് ഉള്ള സ്റ്റേജ് എത്ര പൈസയാവും കൂടിപ്പോ ഒരു ബാരിക്കേഡ് ഉള്ള ഒരു സ്റ്റേജ് വെക്കാൻ? സ്റ്റേജ് കിട്ടിയ സ്ഥിതിക്ക് ഒരു ബാരിക്കേഡ് വെക്കാൻ അഡീഷണൽ എന്തൊരു കൊടുക്കേണ്ടി വരും? കറക്റ്റ് അല്ലേ? ഈ ഒരു കുട്ടി പറയുന്ന കാര്യം വളരെ കറക്റ്റ് അല്ലേ? അവരിത്ര കാശ് മേടിച്ച് ഓർഗനൈസ് ചെയ്ത ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ, രജിസ്ട്രേഷൻ ഫീ മേടിച്ചിട്ടാണ് അവർ ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ, ഇതിലും ബെറ്റർ ആയിട്ട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് കെട്ടാൻ അവർക്ക് എന്തുകൊണ്ടും മടിച്ചു. അപ്പോൾ അവർക്കതിരെ കൃത്യമായിട്ട് കേസും കാര്യങ്ങളും എടുത്തേ പറ്റൂ. ഇത് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വളരെ കൃത്യമാണ്. ഓരോ ടീച്ചറും ഇത്ര കുട്ടികളെ 1200 നർത്തകിമാരാണ് ഇവിടെ ഇവർക്ക് ആവശ്യമുണ്ടായിരുന്നത്. അത് അവർ ഇത്രയും ആളുകളെ എത്തിച്ചത് ഓരോ ഡാൻസ് ടീച്ചേഴ്സിനോട് കൺവിൻസ് ചെയ്ത് അവർക്ക് ഗോൾഡ് കോയിനും കാര്യങ്ങളും. ഇപ്പോൾ ഇത്ര ടീച്ചേഴ്സ്, ഇത്ര 100 കുട്ടികളെ കൊടുന്ന ടീച്ചേഴ്സിന് ഗോൾഡ് കോയിൻ, അതിൻ്റെ പോസ്റ്റുകളാണ് ഞാൻ ഈ സൈഡിൽ വെക്കുന്നത്. 100+ ഡാൻസേഴ്സിനെ കൊടുത്താൽ ഗോൾഡ് കോയിൻ കിട്ടും. ആൻഡ് ആ സ്റ്റേജിൽ വെച്ചിട്ട് ആ ടീച്ചേഴ്സിന് ആദരവ്. അവിടെയാണ് പ്രശ്നം. ഉമാ തോമസ് MLA വീണു. അവർക്ക് അത്രയും ഭയങ്കര അതിഭീകരമായിട്ടുള്ള ഒരു പരിക്കുകൾ പറ്റി. ആ സ്റ്റേജിൽ വെച്ചിട്ട് ഇവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഈ ടീച്ചേഴ്സിനോട് ഇവർക്ക് എന്ത് കൊടുക്കാം? ഈ പറഞ്ഞ മറ്റേ ട്രോഫി കൊടുക്കാം, 100 കുട്ടികളെ കൊണ്ടുവന്നതല്ലേ, അപ്പോൾ അതിന് ഗോൾഡ് കോയിൻ കൊടുക്കാം. ഈ ഗോൾഡ് കോയിനും ട്രോഫിയൊക്കെ കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ചോദ്യങ്ങൾ വരും. മനസ്സിലായോ? അപ്പോൾ അത് ഒരു ഫ്രീ ആയിട്ട് നടന്നതോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ നടന്നോ പരിപാടിയോ അല്ല ഇവരിത്. അപ്പം അങ്ങനത്തെ സാഹചര്യം വരുന്ന സമയത്ത് ഇതേപോലെ ഇവർക്ക് എന്ത് വരും? അതിഭീകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. ഇത് ചെയ്തേ പറ്റൂ എന്നുള്ളത്. അപ്പം പിന്നെ ഇനി അവർ ഉമാ തോമസ് എന്നല്ല, ഇനി ആര് വീണാലും, മുഖ്യമന്ത്രി പോയിട്ട് താഴെ വീണാലും അവരവരുടെ പരിപാടി എന്ത് ചെയ്യാനേ നോക്കൂ, മൊത്തമായിട്ട് പരിപാടികൾ തീർത്ത് കെട്ടി പോകാനേ നോക്കൂ. കാരണം ചില്ലറ കമ്മിറ്റ്മെൻ്റ് അല്ലടേ. 12,000 ആളുകൾ ഇൻറ്റു നിങ്ങളൊരു 2,000 വെച്ച് കൂട്ടിക്കോ. ഇതിൻ്റെ ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളുടെ ഇന്ന് മേടിച്ചൊരു ക്യാഷ് എന്നാൽ തന്നെയായി 24 ലക്ഷം രൂപ. ഓക്കെ, പ്ലസ് ഇതിൻ്റെ സീറ്റിന് ബുക്കിംഗ് ചാർജസ് ഉണ്ട്. ബുക്കിംഗ് ചാർജ് എത്രയാണെന്നുള്ളത് അറിയില്ല. അതെന്താണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു 100 രൂപ കൂട്ടിക്കോടെ. 100 രൂപ ഒരു സീറ്റിന് കൂട്ടിക്കും. 100ഒന്നും ആവില്ല കേട്ടോ, ഞാൻ ഏറ്റവും കുറവ് 100 രൂപ എന്ന് പറയുന്നത്. 100 രൂപ വെച്ചിട്ട് എത്ര സീറ്റ്? ഒരു 10,000 സീറ്റ്, 1,500 സീറ്റ് ഫില്ലായി കാണില്ലേ? അതിലും കൂടുതൽ വരാനേ ചാൻസ് ഉള്ളൂ. അതിലും കുറയാൻ ഞാൻ ഒട്ടും ചാൻസ് കാണുന്നില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെയൊക്കെ പോസ്റ്റുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഇത്ര സീറ്റ് ഫില്ലായി, ഇത്ര സീറ്റ് ഫില്ലായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ബിസിനസ്സാണ് അവിടെ ക്ലിയർ ആയിട്ട് നടന്നത്. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് അവർ ആ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതൊന്നും തെറ്റുള്ള കാര്യമല്ല. പക്ഷേ ഒരു ബേസിക് സാധനം, ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്യുമ്പോഴടക്കം അതിനൊരു ബേസിക് സ്ട്രക്ചർ വളരെ വൃത്തിയായി സേഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിൻ്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് വന്ന ഏറ്റവും വലിയ വീഴ്ചയാണ്. അതിലവർ ഉത്തരം പറഞ്ഞേ പറ്റൂ. ഇപ്പം നിങ്ങൾ എല്ലാ സ്റ്റേജുകളും നോക്കിയാൽ കാണാൻ പറ്റും. എല്ലാ ഇതുപോലത്തെ ഓപ്പൺ സ്റ്റേജുകളല്ലാതും ഫ്രണ്ടിൽ ഒന്ന് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വല്ല ഫ്ലവേഴ്സോ അല്ലെങ്കിൽ സ്പീക്കർ ലൈനോ അങ്ങനത്തെ ഇതുകൾ വെച്ചിട്ടാണ് എല്ലാ സ്റ്റേജുകളും. അല്ല, ഞാൻ അതായത് ഇരിക്കുമ്പോൾ അവരുടെ ഫേസ് കവർ, ഈ ഇരിക്കുന്ന ആളുകളുടെ ഫേസ് കവർ ആവാതിരിക്കാനാണ് സാധാരണ നിലയ്ക്ക് ഹൈറ്റുള്ള ബാരിക്കേഡുകൾ വെക്കാത്തത്. ഇപ്പൊ ഇവിടെ സംബന്ധിച്ച് ഞങ്ങള് ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഞങ്ങള് സബ് സ്റ്റേജ് ആയിട്ട് മാത്രം കണ്ടൊരു സ്റ്റേജാണ്. നിലവിളക്ക് കത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നതും ഞങ്ങള് ദിവ്യോണി നിൽക്കുന്ന സ്ഥലത്ത് അവിടെ പോയി നിലവിളക്ക് കത്തിക്കലായിരുന്നു ഞങ്ങളുടെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഓൾറെഡി ക്രൗഡഡ് ആയതുകൊണ്ട് അവർ ഇതിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഗ്രൗണ്ടിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു നിലവിളക്ക് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എടുത്തൊരു തീരുമാനമാണ്, അങ്ങനെയാണെങ്കിൽ നിലവിളക്ക് മാത്രം ഇവിടെ കത്തിക്കാം, ബാക്കിയുള്ള സെറിമണിയൊക്കെ നമുക്ക് സ്റ്റേജ് മുന്നിലേക്ക് കയറ്റാം എന്നുള്ള തീരുമാനം എടുത്തിട്ടായിരുന്നു ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി അത് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് അവസാനിപ്പിക്കാം എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സംഘാടകരെ സംബന്ധിച്ചിട്ട് ആ നേരത്ത് സംഘാടകർ അവിടെ നിന്ന് മാറിയാൽ ഈ പറയുന്ന ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഗിന്നസുകാർക്ക് കൃത്യമായി ബോധിപ്പിക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടറിൽ അവർക്ക് അതിന്റെ ക്രൈറ്റീരിയ നോക്കണം, അതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടണം, നമ്പറുകൾ കൃത്യമാണെന്ന് ഒക്കെ ആക്കേണ്ട ഉത്തരവാദിത്വം, സൈൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം സംഘാടകർക്കാണ്.
അപ്പോൾ ആ സിറ്റുവേഷനിൽ അവർക്ക് അത് ഫുൾഫിൽ ചെയ്യാന്ന് പറയുന്നത് ആ ഒരു സെക്കൻഡ് അവിടെ എടുക്കുന്ന ഒരു 10 മിനിറ്റിന്റെ ഒരു ഡിലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആബ്സെൻസിലൂടെ നഷ്ടപ്പെടുന്നത് ഇത്രയും വേറൊരു ഡ്രീമാണ്. പിന്നീട് ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം റീക്രിയേറ്റ് ചെയ്യാന്ന് പറയാൻ പോസിബിൾ അല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, എന്തോരം ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടായിരിക്കും പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക. 2 വർഷത്തോളം അവർ എഫർട്ട് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പണ്ടത്തെ പോലെ PWD ചെക്ക് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കണ്ടീഷനിൽ PWD മാൻഡറ്ററി അല്ല, PWD ചെയ്യാറില്ല. പ്രൈവറ്റ് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ക്യൂ മാനേജറാണ് ഇപ്പൊ നമ്മളെല്ലാ എയർപോർട്ടിലും എവിടെ പോയാലും വെക്കുന്ന. ഇതുകൊണ്ടാണ് ഫ്രണ്ടിൽ കൂടെ കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ കൂടെ നടന്നു വരാൻ വൈകിട്ട്. അല്ല അതാണ് സാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ചത് ഫ്രണ്ടിൽ കൂടെ നടക്കാതെ ബാക്കിൽ കൂടെ നടന്നിട്ട് ചെയറിലേക്ക് കയറിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ രീതിയിലാണ് ചെയർ ഇട്ട് വെച്ചത്. അല്ല, ബാക്കിൽ കൂടി തന്നെയാണ് ആൾക്കാർ വന്നിരുന്നത്. എല്ലാവരും ചില നേരത്ത് MLA പെട്ടെന്ന്, കാരണം ഇതൊക്കെ നമ്മൾ ആ നേരത്ത് MLA വരുന്ന പോലും ഞങ്ങൾക്ക് അറിയില്ല. ആ നേരത്തെ എന്താ വെച്ചാൽ അനൗൺസ് ചെയ്യാൻ പോകുന്ന ആ ക്രൂഷ്യൽ ടൈമിലാണ് ഇത്. ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്ന ഇത്രയും കുട്ടികളും കാര്യങ്ങൾ നോക്കണം, റിഹേഴ്സൽ നോക്കണം, AV നോക്കണം, ഒക്കെ ചെക്ക് ചെയ്യണ്ടേ. അപ്പൊ ആ കാര്യത്തിൽ എല്ലാവരും കോൺഷ്യസ് ആണ്. MLA വരുമെന്ന് പോലും അറിയില്ല. ഒരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചു. ആ സ്റ്റേജിന്റെ മുകളിൽ കുറെ കസേര ഇട്ടു, ആളുകളെ പിടിച്ചിരുത്തി. പ്രാകൃതമായ രീതിയിലാണ് ഇപ്പോഴും പല ഇവന്റുകളും. വെറും ബിസിനസ്സാണ്, എല്ലാം ബിസിനസ്സാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പരിപാടികളിൽ ഇതേപോലുള്ള സേഫ്റ്റി മെഷേഴ്സ് നോക്കാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇതിപ്പോൾ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ സാധാരണക്കാരിയാണ് വീണെന്നുണ്ടെങ്കിൽ ഇത് വലിയ ന്യൂസ് ആവില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു നൃത്ത പ്രോഗ്രാം, ഒരു ഗിന്നസ് അറ്റംപ്റ്റ് നടന്നു, അവിടെ ഒരു സാധാരണക്കാരൻ വീണു, സാധാരണക്കാരി വീണു, അപകടം സംഭവിച്ചു, കഴിഞ്ഞു, കലാസ്, അത്രയേ ഉള്ളൂ. ഇത് ഉമാ തോമസ് MLA കൂടി ആയതുകൊണ്ട് ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു വിസിബിലിറ്റി കിട്ടുന്നു. അതിലൂടെ ഇവർ എക്സ്പോസ്ഡ് ആവുന്നു. സാധാരണക്കാരനോ സാധാരണക്കാരിയാണെന്നുണ്ടെങ്കിൽ ഇവർ എക്സ്പോസ്ഡ് ആവില്ല. ഇത്ര ചോദ്യം ചെയ്യൽ ഇവർക്കെതിരെ വരില്ല. എന്താണെങ്കിലും ഇവർ പറഞ്ഞു ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യൂ മാനേജർ മേടിച്ച് വെക്കേണ്ടതാണോ? അറ്റ്ലീസ്റ്റ് അതിൻ്റെ മുകളിൽ ഒരു 4 പേരെ നിർത്തണ്ടേ? ഒരു 4 പേരെ സ്റ്റേജിൻ്റെ മുകളിൽ നിർത്തി കഴിഞ്ഞാൽ വരുന്ന ആളുകൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒന്ന് മാറി നിൽക്കുമെന്ന് പറയാം. അങ്ങനെയൊക്കെയല്ലേ ചെയ്യണ്ടേ? ഒന്നും ചെയ്യാതെ കംപ്ലീറ്റ്ലി ഗിന്നസ് വേണം, വന്ന ആളുകളുടെ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ലെയിം എക്സ്പ്ലനേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ സംഘാടകർക്ക് പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഉമാ തോമസ് MLAയുടെ ഹെൽത്ത് റിക്കവർ ആവട്ടെ. അവർ വീണ്ടും ജീവിതത്തിലേക്കെല്ലാം ഹെൽത്തി ആയിട്ട് തിരിച്ചു വരട്ടെ. സോഷ്യൽ മീഡിയയിൽ ചുമ്മാ രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള അടിപിടി കാണിക്കുന്ന ആളുകളോടാണ്. നേതാക്കന്മാർക്കൊന്നും ഈ സീനോ കാര്യങ്ങളോ ഇല്ല. അവരൊക്കെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് അടി ഉണ്ടാക്കാതിരിക്കുക. ആൻഡ് ഇതേപോലെ ഇവൻറ്റുകൾ വെക്കുമ്പോൾ, ഇപ്പോൾ ഈ ഒരു ഡാൻസ് പ്രോഗ്രാം ഇവിടെ വെച്ചപ്പോൾ ഇങ്ങനെ അർജൻറ്റീനയൊക്കെ വന്നാൽ എന്തായിരിക്കും അത് എങ്ങനെ മാനേജ് ചെയ്യണം? ഇവിടെ പ്രോപ്പറായിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യാനുള്ള ഇവൻറ്റ് ടീമുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ നമ്മൾ ചെയ്തേ പറ്റൂ ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ പോലീസുകാർ, മിനിസ്റ്ററും MLA ഒക്കെ ഉള്ള സ്ഥലത്ത് ഇവർ വരുന്നതും ഇരിക്കുന്നതും സ്ഥലങ്ങൾ സേഫ് ആണോ എന്നുള്ളത് പോലീസുകാർ കൂടി നോക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പോലീസിന് വന്നു ഡെഫിനറ്റ്ലി ഒരു വീഴ്ച വന്നേ ഞാൻ പറയും. അതും സംഭവിച്ചിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഉമാ തോമസ് MLA എന്താണെങ്കിലും ഹെൽത്തി ആയി ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ. ബാക്കി കാര്യങ്ങൾ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം.